നയന ആദർശിനോട് ചോദിക്കുകയാണ്, അല്ലാതെ ചേട്ടാ ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമാണോ, അതല്ല ഇനി അമ്മയ്ക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ വേണ്ടി ആർക്കെങ്കിലും വേണ്ടി അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശ് ചോദിക്കാണ്, അല്ല ഞാനിപ്പോൾ കാണുന്ന സ്നേഹമൊക്കെ നിനക്ക് കണ്ടാല് അഭിനയമാണെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, മുമ്പൊരിക്കല് ഇതുപോലെ തന്നെ ആദർശനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ സന്തോഷമൊക്കെ തല്ലിക്കെടുത്താൻ ഒറ്റ നിമിഷം മതിയായിരുന്നു. അന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് ഞാൻ വേദനിച്ചു. ആദിശേട്ടന്റെ സ്നേഹമൊക്കെ സത്യമല്ല, എല്ലാം കളത്തരമായിരുന്നു അറിഞ്ഞപ്പോഴേക്കും ഞാൻ ചങ്ക് തകർന്നു പോയി ആദിശേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല നയന, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് അമ്പലത്തിലേക്ക് പോയത് എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ, അപ്പൊ അത് ഇതുവരെ മറന്നില്ലല്ലേ എന്ന് പറയുന്നുണ്ട്. അല്ല നീ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ഓരോരുത്തർ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതിയിടാൻ വേണ്ടി അന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ എല്ലാവരും ചീട്ട് എഴുതിയിട്ടു. ആദിശേട്ടൻ എന്താ എഴുതിയെന്ന് അറിയാനുള്ള ആഗ്രഹത്തിന് ഞാൻ ആ ചീട്ടെടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ തകർന്നു പോയത്. ആദിശേട്ടന് എന്നെ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ അങ്ങ് വിഷമിച്ചു പോയി. എന്നെ ചങ്ക് തന്നെ തകർന്നു പോയി. കാണിച്ച സ്നേഹമൊക്കെ മുത്തശ്ശന് വേണ്ടിയിട്ടായിരുന്നു അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞു പോയി. അതുകൊണ്ടാ ആരോടും പറയാതെ ആ നിമിഷം തന്നെ ഞാൻ വീട്ടിട്ട് ഇറങ്ങിയത്. അങ്ങനെ നേരെ ഞാൻ പോയത് അമ്പലത്തിലേക്കാ. അവിടെ ചെന്ന് ഞാൻ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ രാത്രി മുഴുവനും അവിടെ കഴിച്ചുകൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ രാവിലെ മുത്തശ്ശിയും അവിടേക്ക് വന്നു. അവരുടെ കയ്യിലേക്ക് ഞാൻ ആ ചീട്ട് കൊടുത്തു. അവരത് വായിച്ചു നോക്കിയിട്ട് അവരും ഒരുപാട് വിഷമിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, എൻ്റെ മോള് ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരിക്കൽ ആദർശ് നിന്നെ സ്നേഹിക്കും, അത് ഉടൻ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ സമാധാനിപ്പിച്ച ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ എന്ന് നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ശരിയാണ്, അന്ന് നിന്നോടുള്ള സ്നേഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് സ്നേഹമാണെന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിന്നുള്ള സ്നേഹമൊക്കെ ഞാൻ ഇല്ലാതാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കാട്ടുന്ന സ്നേഹമാണല്ലോ, അത് യാഥാർത്ഥ്യമാണ്. വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണമാവോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, എന്നാ ഞാനൊരു ടെസ്റ്റ് പറയട്ടെ, അത് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ടെസ്റ്റ്? നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഈ വഴിയിൽ വെച്ച് എന്നെ എടുത്തു പൊക്കി ഒന്ന് വട്ടം കറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്താ നയന, വട്ടുണ്ടോ? ഇത് റോഡാ, ഇവിടെയൊക്കെ വെച്ച് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നമ്മളൊന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സദാചാരവാദികളൊക്കെ കൂടുതൽ നടക്കുന്ന സ്ഥലം എവിടെയൊക്കെ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹസ്ബൻഡും വൈഫും അല്ലേ, അതൊന്നും സാരമില്ല, 5 മിനിറ്റത്തെ കേസല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ആദർശ് കാറ് സൈഡിലോട്ട് ഒതുക്കിയതിനു ശേഷം രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നയനെ അവിടെ വെച്ച് ആദർശ് എടുത്ത് വട്ടം കറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പാർക്കിലൊക്കെ പോയിട്ട് അടിച്ചുപൊളി സന്തോഷത്തോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ജലജയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ എത്തുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ട് ജലജ ആകെപ്പാടെ ഒന്ന് ഞെട്ടുന്നുണ്ട്. വേറൊന്നുമല്ല, ആദർശ് നായനെ റോഡിലെടുത്ത് വെച്ച് വട്ടം കറക്കിയതാണ് ആ ഒരു വീഡിയോ. ഇത് കണ്ടപാടെ ജലജ മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഹോ, അടുത്ത അടിക്കും പോയിക്കുള്ള അവസരമായി, അവർ തന്നെ ഒപ്പിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ ആ സെക്കൻഡിൽ തന്നെ അതും കൊണ്ട് നേരെ ദേവേനടുത്തേക്ക് ഓടുന്നുണ്ട്. ചേച്ചിക്ക് ഒരു സർപ്രൈസ് കാണണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ജലജ എന്ന് ചോദിക്കുമ്പോൾ, ദാ കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ദേവ്യാനിയെ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടപാടെ ദേവ്യാനി ആകെപ്പാടെ അങ്ങ് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ഇവരെന്തായി കാണിക്കുന്നേ, റോഡ് നടുക്ക് വെച്ചാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അതാ ചേച്ചി ഞാനും പറഞ്ഞത്, നമ്മുടെ അനന്തപുര തറവാടിന്റെ മഹിമ ഇപ്പൊ നടുറോഡ് വരെ ചെന്നു, നമ്മുടെ അഭിമാനമൊക്കെ ഇതാ നടുറോഡ് വരെ എത്തി, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പറയാണ്. ആദർശ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇങ്ങനെ എന്താ പറ്റിയത്? ഇവനെ ആകെപ്പാടെ അവള് മാറ്റിക്കളഞ്ഞു. എന്ത് പറഞ്ഞാണാവോ എന്റെ കുഞ്ഞിനെ അവൾ ഈ വഴിക്ക് ആക്കിയെടുത്തത്. നാണക്കേട്, ആരെങ്കിലൊക്കെ അറിഞ്ഞ എന്തൊരു നാണക്കേടായത് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട്. ഇനി ആരറിയാനോ ചേച്ചി, ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. ആനന്ദപുരിയിലുള്ളവരുടെ കളികളെന്നും പറഞ്ഞിട്ടായിരിക്കും നാട്ടിലൊക്കെ പ്രചരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ പറയുന്നുണ്ട്. ആകെപ്പാടെ നാണക്കേടായി എന്നൊക്കെ പറയാണ്. അങ്ങനെ ജലജ ഇതാ വീട്ടിലുള്ള എല്ലാവരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇത് കാണുന്നുണ്ട് കേട്ടോ. ആദർശ് നായനെയും പാർക്കിലൊക്കെ പോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറായിരിക്കും. ദേവേനി പറയുന്നുണ്ട്, അവിടെ നിൽക്കുകയെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും എൻ്റെ അമ്മയും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വീട്ടിൽ വെച്ചുള്ള റൊമാൻസ് ഒന്നും പോരാഞ്ഞിട്ടാണോ നടുറോട്ടിൽ പോയിട്ട് റൊമാൻസ് കാണിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശ് നായനെയൊന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. കാരണം അവര് ആ വട്ടം കറങ്ങിയത് ആരും തന്നെ കണ്ടില്ലെന്നാണ് അവർ വിചാരിച്ചത്. ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ അറിഞ്ഞെന്നോർത്ത് അവൻ ഷോക്കാവുന്നുണ്ട്. എന്താ ഈ പറഞ്ഞെന്ന് ചോദിക്കുമ്പം എന്താ പറയുന്നോ, അപ്പോഴേക്കും ജലജ ആ വീഡിയോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് നയനെ എങ്ങനെ നോക്കുന്നുണ്ട്. നയനെയാണല്ലോ തലകുറിച്ച് നിൽക്കുകയാണ്.
ദേവയാനി ചോദിക്കാണ് ഈ അനന്തപുര തറവാടിന് ഒരു അന്തസ്സും അഭിമാനം ഒക്കെ ഉണ്ട്, അതൊക്കെ കളഞ്ഞു വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണോ രണ്ടുപേരും എന്ന് ചോദിക്കുന്നുണ്ട്. ആദർശ് പറയാണ് അല്ലമ്മേ അതെന്ന് പറയുമ്പോൾ വേണ്ട ഒന്നും മിണ്ടണ്ട, കാണിച്ചു കൂട്ടിച്ചിരുന്ന അഹങ്കാരമൊക്കെ കണ്ടില്ലേ, മുത്തശ്ശൻ ഇപ്പൊ വരും, മുത്തശ്ശന്റെ വായിന്ന് കേൾക്കാനുള്ളതൊക്കെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവനോട് ഇരിക്കുകയാണ്. ആദർശനായും അങ്ങോട്ടേക്ക് മാറി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കി വീട്ടിലുള്ള എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആദർശേ എന്തായി കാണുന്നേ? അത് മുത്തശ്ശ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അല്ല ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ, നടു റോഡിൽ വെച്ച് നയനെ എടുത്തു പൊക്കി വട്ടം കറക്കിയത് എന്തിനാന്നാ ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല മുത്തശ്ശ, എന്റെ സ്നേഹം സത്യമാണോ എന്നുള്ളത് നയനയ്ക്കൊരു സംശയം, അങ്ങനെ അവൾ വെച്ചൊരു പരീക്ഷയായിരുന്നു അത്, അതുകൊണ്ടാ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ കണ്ടില്ലേ ഏട്ടത്തി, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇവളായിരിക്കും കാരണക്കാരിന്ന്, ഇവളെ പറഞ്ഞ് അവനെ കൊണ്ട് ചെയ്യിച്ചതാ, അല്ലാതെ നമ്മുടെ വീട്ടിലെ പയ്യൻ ഇങ്ങനെയൊന്നും മോശമായിട്ട് കാണിക്കുകയല്ലെന്ന് നമുക്കറിയാലോ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. ദിവ്യേന ചോദിക്കാണ് ആണോടി എന്റെ മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നാണം കെടുത്തലാണോ നിന്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കാണ്. മുത്തശ്ശൻ പറയാണ് ദേവയാനി ഒന്നും മിണ്ടാതിരുന്നേ അവിടെ, ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആണോ എന്ന് ചോദിക്കുമ്പം അതേ മുത്തശ്ശ സോറി എന്ന് പറയുമ്പം ഇതിനൊക്കെ എന്തിനാണ് സോറി, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, ഇത് നമ്മുടെ നാടല്ലേ, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. റോഡിൽ വെച്ച് സ്വന്തം ഭാര്യ എടുത്ത് വട്ടം കറക്കാൻ പാടില്ലെന്നൊന്നും ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കി നിന്ന് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. ആകെപ്പാടെ ചളിയായ അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ജലജയും ദേവയാനിയും. ജലജ ചോദിക്കുകയാണ് മുത്തശ്ശ ഇപ്പൊ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അച്ഛനിപ്പോ ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയേനെ, എല്ലാവരും അച്ഛൻ പൊരിച്ചെടുക്കിയേനെ, വേറെ ആരും വേണ്ട, എന്റെ മകനായിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് പറഞ്ഞേനെ അച്ഛൻ, അവന് സ്ഥലകാല ബോധമില്ല, അവൻ എങ്ങനെ പെരുമാറാൻ അറിയില്ല എന്നൊക്കെ പറയത്തില്ലായിരുന്നോ, അത് ഷായുണ്ട് അച്ഛനെല്ലാം ക്ഷമിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു തെറ്റും കാണുന്നില്ല, അഭിയാണ് ഇങ്ങനെ ചെയ്തെങ്കിലും ഒരു തെറ്റും കാണാനില്ല, പക്ഷെ സ്വന്തം ഭാര്യ ആയിരിക്കുന്നത് പൊക്കതിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് അവർ തമ്മിൽ ഇപ്പൊ നല്ല സ്നേഹത്തിലല്ലേ മുമ്പോട്ട് പോകുന്നത്, അതോർത്ത് ഞാൻ സന്തോഷിക്കുക, അതല്ലാതെ നിന്നെപ്പോലെ കുശുമ്പൂത്താണെന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ ചിരിക്കുന്നുണ്ട്. ആദർശ് നായനെ പറയാണ് ബാബ എപ്പോൾ തന്നെ എസ്കേപ്പ് ആകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാറും എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെയും കൂട്ടി പെട്ടെന്ന് മുറിയിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ് കണ്ടില്ലേ നമ്മുടെ അടുത്ത് നിന്ന് എത്രയും പെട്ടെന്ന് എന്ന് ചൂടാതെ രണ്ടൂടെ എസ്കേപ്പ് ആയതാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ദേവയാനിയും ജലജയും ഈ അവസരം മിസ്സായല്ലെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് കലിപ്പിച്ച് തുള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നായയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ആദർശ് പറയുന്നുണ്ട് നീ ഒരാൾ കാരണ ഇപ്പൊ ഇങ്ങനെ നാറി എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു കേട്ടില്ലേ അതിനൊന്നും കുഴപ്പമില്ലാന്ന്, പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ നാറിയാല് എന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ നിനക്ക് കുഴപ്പമൊന്നും കാണില്ല, ഞാനല്ലേ എല്ലാവരും മുമ്പിൽ നാണം കിട്ടെ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കി വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.